ഇനി നാലാമതൊരു കൂട്ടരാണ് എസ്സീനുകൾ. ഇവർ വളരെ സ്വാത്വികന്മാരായിട്ടുള്ള ആൾക്കാരാണ്. പൊതുസമൂഹത്തിൽ നിന്നൊക്കെ അകന്ന്, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അകന്ന് കല്യാണം കഴിക്കാതെ മരുഭൂമിയിൽ പ്രത്യേക സമൂഹങ്ങളായിട്ട് ജീവിച്ചിരുന്നവരാണ്. ഇവർ വിശ്വസിച്ചിരുന്നത് ജെറുസലേം ദേവാലയം അശുദ്ധമാണ്, അത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കപ്പെടുമെന്നൊക്കെയാണ്. അപ്പം അവർ വിശ്വസിച്ച പോലെ നടന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ ഒരു എസ്സീൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അതെന്തുമാത്രം സത്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രരീതി, ഭക്ഷണ രീതി, മരുഭൂമിയിലെ താമസം, ഇതൊക്കെ എസ്സീനുകളുടെ ജീവിത രീതിയുമായിട്ട് ഏകദേശം ചേർന്ന് പോകുന്നതാണ്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.